ഒരു പ്രശ്നത്തിന് വ്യതിയാനം നിങ്ങൾ സ്വയം വരുത്തുന്നില്ലെങ്കിൽ ഒരു വ്യതിയാനം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. വേദപുസ്തകം പറയുകയാണ്, കൊലോസിയർ 3:9, അന്യോന്യം വ്യാജം പറയരുത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് പിന്നെ മുന്നോട്ടുണ്ടാകും. ഒന്ന്, അന്യോന്യം ഭോഷ്ക് പറയരുത്. ഭാര്യയോട്, ഭർത്താവിനോട്, അമ്മയപ്പന്മാരോട് മറ്റുള്ള ഒരിക്കലും ഭോഷ്ക് പറയരുത്. കള്ളം പറയത്തില്ല, ചെറിയൊരു കള്ളം പോലും പറയത്തില്ല എന്ന് തീരുമാനമെടുക്കണം. 2, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം, അവൻ്റെ പ്രവൃത്തികൾ. ഇത് സ്നാനവുമായിട്ട് ഘടിപ്പിച്ചിട്ടാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. സ്നാനപ്പെട്ടും വെച്ച് കയറി വരുന്ന ആൾ അവർ നനഞ്ഞി ആ തുണി മാറ്റി പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെ നാം നമ്മുടെ ജീവിതത്തിനകത്ത് ഈ പഴയ മനുഷ്യനെ ഏതൊക്കെ കാര്യത്തിനകത്താണോ അതെല്ലാം നാം എടുത്തു കളഞ്ഞിട്ട് ഒരു പുതിയ മനുഷ്യനെ വേദപുസ്തക പ്രകാരം യേശുവിൻ്റെ ഭാവം എന്നിൽ ഉണ്ടാകട്ടെ എന്നൊരു പ്രാർത്ഥന ഉണ്ടാകട്ടെ. ദിവസവും പ്രാർത്ഥിക്കണം, കർത്താവ് നിൻ്റെ ഭാവം എന്നിൽ ഉണ്ടാകട്ടെ, നീ കാണുന്നത് പോലെ കാണുവാൻ എന്നെ സഹായിക്കണമേ, നീ കേൾക്കുന്നത് മാത്രമേ ഞാൻ കേൾക്കാവേ കർത്താവേ, അതുകൊണ്ട് എന്നെ സഹായിച്ചനുഗ്രഹിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.